എന്നാലും നീ എന്നെ ഒമ്പിച്ചു പോയില്ലേടി, എൻ്റെ ചങ്ക കടന്ന് കത്തണ കണ്ടില്ലടി. പോടി പെണ്ണ്, പോടി പോടി പെണ്ണ്. ഗൈസ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കഥ ഒരു തേപ്പ് കഥ. അഫ്സൽ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാസ്മിൻ്റെ എക്സ് ലവർന്നോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അഫ്സലിനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പം ജാസ്മിൻ പറയുന്ന വെച്ച് നോക്കുവാണെങ്കിൽ ജാസ്മിൻ്റെ ഒരു ഫ്രണ്ടായ അഫ്സൽ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും പോവുകയാണെങ്കിൽ, വാക്കുകൾ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. അഫ്സൽ ഈ വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം ഇന്നലെ നമ്മുടെ ജാസുമോൾ ജിൻഡോ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, അഫ്സലിനെ 1.5 കൊല്ലമായിട്ട് അറിയാം, എൻ്റെ സുഹൃത്താണ്, കല്യാണം ഒന്നും ഉറപ്പിച്ച് വെച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് അഫ്സൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ആ സംഭവം ഒന്ന് കാണാം ആദ്യം. നമ്മള് പറയില്ലേ നോക്കാം, എനിക്കതുപോലെ അതുപോലെ നോക്കാം. അങ്ങനത്തെ മോചനം അറിയില്ല. ഞാൻ ഇപ്പം പറഞ്ഞ ആളാണല്ലോ, പുള്ളിക്ക് എന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. കാരണം എന്റെ ഫ്രണ്ടായിരുന്നു, 5 വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. പണപ്പെട്ടി ഒന്ന് എടുത്തോണ്ട് പോകും. ഇവള് പറഞ്ഞതാണ്, ഇതിൽ 1% പോലും സത്യം. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത് ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം. ഇവള് തന്നെയാണ് വീക്ക് വണ്ണില് ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞു. അത് എന്റെ ആക്ച്വലി എന്റെ പേര് ഈ ഷോയില് റിവീൽ ആവുന്ന ഒരു സംഭവമാണ്. എന്താണ് സീരിയസ് ആയിട്ട് പറഞ്ഞത്? അവസാനിക്കാനൊക്കെ പറയാം, പക്ഷെ ഇവിടെ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഭാവി നോക്കണ്ടേ? ഏതൊരു അഫ്സലുണ്ട് ഗൈസ്. ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇത് അപ്പോൾ ഈ ഒരു സംഭവമാണ് പുള്ളിക്കാരനെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, വീട്ടുകാരെ പറഞ്ഞു വരുന്നുണ്ട്, കൂട്ടുകാരെ പറഞ്ഞു വരുന്നുണ്ട്. അന്നേരം ഇതൊക്കെ സഹിക്കാൻ പറ്റാതെ വന്നിട്ടാണ് പുള്ളി ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. സോ ഇവൾ ഫസ്റ്റ് വീക്കിൽ ഇവൾ പറയുന്ന ഒരു ഗബ്രി എടുത്ത് ആ സെറ്റിലിരുന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കമ്മിറ്റഡ് ആണ്, അഫ്സൽ എന്നാണ് പുള്ളിയുടെ പേര്. അന്നേരം ഗബ്രി എടുത്തെടുത്ത് അഫ്സലിൻ്റെ പേര് പറഞ്ഞു, അഫ്സൽ കാക്ക ഒക്കെ കാണുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഗബ്രി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പാവാട ഗബ്രി മോൻ പറയുന്നുണ്ട് അവന് കമ്മിറ്റഡ്, അവൻ ആസ്ട്രേലിയയിൽ ഏതോ ഒരു കൊണാപ്പത്തി ഇരിപ്പുണ്ടെന്നും പറഞ്ഞ് അവനും പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് വെച്ചതിന് ശേഷം, ഇതൊന്നും നമ്മൾ ബിഗ് ബോസ് പ്ലസിനകത്തും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മെയിൻ എപ്പിസോഡിലൊന്നും കണ്ടില്ലെങ്കിൽ ലൈവ് നടന്ന കാര്യങ്ങളാണ് ഈ സംഭവം കാണിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുശേഷം ഇവള് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പറഞ്ഞ എല്ലാം മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അടുക്കള എന്ന സമയത്ത് ശ്രീത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, ജയിലിൽ കിടന്ന സമയത്ത് നോറ എടുത്ത് പറയുന്നു, എന്താ പറയുക, എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല, ഞാൻ കമ്മിറ്റഡ് അല്ല, ഒരാളെടുത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബിഗ് ബോസ് കഴിഞ്ഞ് ചെന്നിട്ട് വേണം ഇതെല്ലാം നോക്കാൻ എന്ന് മാത്രം ഇതാണ് അവൾ പറഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബ്ലോക്ക് ഡാഡി കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് പോയതിൻ്റെ ആ ദിവസമാണ് ഇവള് പബ്ലിക്കായിട്ട് ഞാൻ കമ്മിറ്റഡ് ആണ് ഗായ്സ് എന്നും പറഞ്ഞ് കാറുന്നത്. അതിനുശേഷം ഇവള് മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അഫ്സൽ ആരാണ്? അഫ്സൽ ഒരു പയ്യൻ, എന്നെ വന്ന് ഇങ്ങനെ ഇഷ്ടമാണ്, എന്നെ പലതായിട്ട് എന്നെ അറിയാവുന്ന ഒരു പയ്യൻ, അവനിങ്ങനെ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടുകാർ കുഴപ്പമില്ലെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഒരുമാതിരി താറ്റി ഇവനെ വിടത്തില്ലയോ, ഒരുമാതിരി അധിക്ഷേപിച്ച് വിടത്തില്ലയോ, അവനിവിടെ പുറകെ ഒലിപ്പിച്ച് നടക്കുന്ന ഒരുത്തൻ എന്നുള്ള രീതിയിലാണ് ഇവനെ പോർട്രേറ്റ് ചെയ്തത് ഇവിടെ ഈ ഒരു ഷോയ്ക്കകത്ത്. ഈ പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവനിത് കണ്ടുകൊണ്ടിരിക്കും, ഇവന് കുരുപൊട്ടത്തില്ലയോ? നിങ്ങളത് ആലോചിച്ച് നോക്ക്, ഏതവനാണെങ്കിലും കുരുപൊട്ടത്തില്ലയോ? ആ ഒരു സാഹചര്യത്തിലാണ് ഇവൾ ലാസ്റ്റ് ചിന്തയോടുള്ള കോൺവെർസേഷനിൽ ഇവൾ ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അന്നേരം ഇതെല്ലാം ഈ ചൂണ്ടുവരൽ മൊത്തം ഈ പയ്യൻ്റെ നേർക്കാണ് ഈ ആൾക്കാർ. ഈ കൊണച്ച ഇവിടെ ആർമിയുണ്ട്, ഈ ജാസ്മിൻ്റെ ആർമിയുണ്ട്. ഇത്രയും ടോക്സിക് എന്ന് പറഞ്ഞാൽ ഇത്രയും ടോക്സിക്, വെറും അന്തം ആർമി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, വെറും മൈത്താണ്ടി ആർമിയാണ്. എല്ലാം ചെന്നിട്ട് ഇവൻ എന്തെത്തോട്ടാണ് കയറുന്നത്. ഇവന് സഹിക്കാൻ വയ്യാണ്ടാണ് ഇവൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഞാനും ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നു. എനിക്കറിയില്ല ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന സംഭവം ഒന്നും എനിക്കറിയില്ല. ഞാൻ അസ്ലാം ആർട്ടിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത്. പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു. ജാസ്മിൻ മുന്നായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ്. പക്ഷെ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ,
അങ്ങനത്തെ കുറേ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പൊ തോന്നുന്നു അത് വരണം. മുന്നേ പറ്റി ഞാൻ പറയാം. മുന്ന എനിക്ക് വളരെ നല്ലോണം അറിയുന്ന ഒരാളാണ്. മുന്നേടെ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ. പക്ഷെ അത് മറച്ചു വെച്ചായിരുന്നു. അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇവർ ആദ്യമായിട്ട് കണ്ടത് അവിടെ അസ്ലാം മാരുടെ കല്യാണത്തിനാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതിൻ്റെ വീഡിയോ അതിനകത്ത് അഫ്സലിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ജാസ്മിനെ ഒറ്റയെടുത്ത് അഫ്സൽ വന്നിരിക്കുന്നത്. സോ ആ ഒരു കല്യാണത്തിനാണ് ഇവർ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് കണ്ടുമുട്ടുന്ന സമയത്ത് ഇവള് മുന്നാക്കായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. മുന്നാക്കായിട്ട് ഇവൾ ആ സമയത്ത് റിലേഷൻഷിപ്പിലായിരുന്നു ഗൈസ്. അസ്ലാം മാരുടെ കല്യാണം ജൂൺ 16-ന്, മുന്നാക്കായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് ഓഗസ്റ്റ് 15-ന്, അഫ്സലുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നത് ഈ ഇന്നത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റോട് കൂടിയാണ്. അന്നേരം ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കൊണ്ട് കണ്ടുമുട്ടി ലവനെ തേച്ച് അഫ്സലിൻ്റെ കൂടെ പോയി. അതിനകത്ത് തന്നെ അഫ്സലെ നീ മണക്കണമായിരുന്നു ഇവിടെ യഥാർത്ഥത്തിലെ സ്വഭാവം എന്താണെന്ന്. സീരിയസ്ലി നിന്നെ അവൾ പൊട്ടനാക്കിയത്. മുന്നാക്ക ഇവക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ടും അവനെ നൈസായിട്ട് തേച്ചിട്ട് 1 മാസം ഗ്യാപ്പ് വെച്ചിട്ട് നിൻ്റെ അടുത്ത് അവൾ വരണമെങ്കിൽ അത് അവിടെ ഇത് എത്രമാത്രം ഉണ്ടെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു. ഇപ്പം മെയിൻ സാധനം പറയാം. മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്, വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹീദി ആയാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്തുകൊണ്ട് എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ അത്രയും ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ്. പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് മുന്നേ വളരെ ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ്, ഭയങ്കര അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറേ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ്. മുന്നേ ഇവള് ബാക്കിയുള്ളവരുടെ മുന്നിൽ പോർട്രേറ്റ് ചെയ്ത ഒരു രീതി ഭയങ്കര ടോക്സിക് ആണ്, ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് എന്ന് മാത്രമല്ല ഈ മുന്നയുടെ കയ്യിൽ നിന്ന് ഇവള് ശരിക്കും കാശടിച്ച് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നേരം നല്ല രീതിയിൽ ഇവള് 10-50 ലക്ഷം രൂപയുടെ കടമൊക്കെ ഇവിടെ തീർത്തെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആ പൈസ അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റിയിട്ട് ഇവള് തീർത്തതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. അതായിരിക്കും ഇവളീ പറയുന്നത് മുന്നേ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അന്നേരം എനിക്ക് മുന്നാക്കായ എങ്ങനെ പെട്ടെന്ന് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, ഇനി സമയവും സന്ദർഭവും ഉണ്ട്, ആ സമയത്ത് ഞാൻ കളഞ്ഞിട്ട് പോകും. അതാണ് നമ്മുടെ ജാസ്മോടെ ഒരു രീതി, ഒരു ശൈലി. നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് 2 ദിവസം കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ തമാശയ്ക്ക് എല്ലാവരും ഇരിക്കുന്നത്, ചുമ്മാ തമാശയ്ക്ക് അസ്ല എടുത്തും ഇതൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മുന്നൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കി കല്യാണം കഴിച്ചത്. ഞാനും ആ സമയത്ത് തിരിച്ച് കളഞ്ഞ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതേ ഉള്ളൂ. അത് നമ്മുടെ ജാസ്മോള് നിന്നെ കൊളുത്താൻ വേണ്ടി ഇട്ടെന്ന ചൂണ്ടയാണത്. അവിടാണ് അവൾ അവിടെ തുടങ്ങുന്നത്. മുന്നാക്കായെ അവിടെ അടിച്ച് താഴ്ത്തിക്കൊണ്ട് നിന്നെ ബൂസ്റ്റ് ചെയ്യുക. അന്നേരം സ്വാഭാവികമായിട്ട് ഏതൊരു പുരുഷൻ്റെ, സിംഗിളായിട്ടുള്ള ഏതൊരു പുരുഷൻ്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടും, സ്വാഭാവികം. അഫ്സൽ പക്ഷെ അത് ക്യാഷ്വലായിട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത്. ക്യാഷ്വലായിട്ട് കളഞ്ഞെങ്കിലും ജാസ്മിനെ കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള പെൺകൊച്ചൊക്കെയാണ്, ഉള്ള കാര്യം പറയുന്നത്. അത്രയും ഗ്ലാമറുള്ള ഒരുത്തി വന്നിട്ട് നമ്മുടെ മൂത്ത് നോക്കി ഇങ്ങനെ പറയുന്നത് ആർക്കാണെങ്കിലും അവരൊക്കെ നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള രീതി നമ്മുടെ മനസ്സിലും ഉണ്ടാവും. സോ അത് നമുക്കറിയാം. അതാണ് അവൾ ആ ഒരു സാധനം അങ്ങോട്ട് എടുത്ത് ഇടാനുള്ള കാരണം. ബാക്കിയുടെ കേക്ക് എന്നും എന്നും അടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിയ, എന്തെങ്കിലും പറഞ്ഞ അടിയ. പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നൊരു സംഭവമാണ്. ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്ദിയൊക്കെ അവിടെ ഉണ്ട്. ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഹെയ്ൻ ഗുഡ്സിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ അസ്ലയുടെ കല്യാണം കഴിഞ്ഞു. ഏകദേശം ഒരു ആഗസ്റ്റ് 15 ആയപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കുമ്മനടി ഗൈസ്, അടിയെട്ട് ഇവർ ബ്രേക്കപ്പായി. മുന്നേയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഫസ്റ്റ് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി സെക്കൻഡ് മിഷനിലേക്ക് നമ്മുടെ ജാസ്മോള് കടക്കുകയാണ് ഗൈസ്. മുന്ന എന്നോട് പറഞ്ഞത് അത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ്. പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ്. ഇപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ്. അപ്പം ഓഫ്കോഴ്സ് മുന്നേ അടുത്ത് എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ, അഫ്സലൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രോഗ്രസീവാണ്, അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇതാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ് അങ്ങനെ കുറേ കാര്യം. അപ്പം മുന്നേക്ക് ആക്ച്വലി അത് ഓഫ്കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പോൾ
ഓഫ്കോഴ്സ് ഇഷ്ടപ്പെടില്ല. മുന്നേ പറയാം. അപ്പം എനിക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയം. മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പം മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത്. ഇപ്പം മുന്നേയായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ജാസ്മോൾ ഇട്ട് കൊടുത്ത അടുത്ത മുന്നേക്കുള്ള പണിയായിരുന്നു അഫ്സലിനെ അവിടെ കരുവാക്കി. എനിക്ക് തോന്നുന്നു അഫ്സലിനെ അവിടെ കരുവാക്കിയിട്ടുണ്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട്. കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു പയ്യനെ പറ്റിയ മുന്നേ എടുത്തൊന്ന് പൊക്കി പറയുകയാണ്. അതിന് ആർക്കാരും ഇഷ്ടപ്പെടുമോ? ഇത് തന്നെയല്ലേ ഇവള് ബിഗ് ബോസ് ഹൗസിനകത്ത് എന്നിട്ട് ഗബ്രി എടുത്ത് കാണിച്ചത്. അതിന് അഫ്സലിന് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം സ്വാഭാവികമായിട്ട് അവനോട് നമുക്കൊരു ദേഷ്യം തോന്നും. അതാണ് മുന്നേക്ക് ഇവനോട് തോന്നിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ. സ്വന്തം കാമുവിനെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് വേറൊരു പയ്യനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന ഇവരുടെ ക്യാരക്ടർ അന്നേരം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ഇവിടെ കാമുകന്മാരെല്ലാം കൂടെ കണ്ടുപിടിച്ചിട്ട് ഒരു ഫെഡറേഷൻ തുടങ്ങുക. അതായിരിക്കും നല്ലത്. ചിലപ്പം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ഇവർക്ക് കാമുകന്മാർ കാണും. ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഈ സംഭവമൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റിൽ ആവുന്നു. ഇവൾ കൂടുതലും സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നോടായിരുന്നു. പിന്നെ അസലെടുത്ത് കമ്മ്യൂണിക്കേറ്റ്, കാരണം ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഇവളായതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറയാനുണ്ട്, അസലാക്ക നിങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പം എന്നുള്ള കാര്യം. ഞാനും ആസ് എ ഫ്രണ്ട് എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ആസ് എ ഫ്രണ്ട്. അവിടെ ഈ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്ന പോലെ ബൗണ്ടറി അങ്ങനത്തെ ഇതോ ലിമിറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ആ പെൺകുട്ടി അവളുടെ വീട്ടിലാണ്, എന്നെ കൊണ്ട് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തു. ഞാൻ മാക്സിമം അവളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ എല്ലാ ലൈഫ് ഇനിയുണ്ട്, മുന്നോട്ട് എനിക്ക് ഇനിയുണ്ട്, നിൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ആ സംഭവമൊക്കെ എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം, ആ സർക്കിളിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം നിന്നിട്ടുണ്ടോ. അവള് ബ്രേക്കപ്പ് ആയ സമയത്ത് സമാധാനിപ്പിക്കാൻ പോയതാണ് അഫ്സലി. അവസാനം അവൻ്റെ തോളയിലായി അവള്. അവിടെ പ്ലാൻ ആയിരുന്നല്ലേ അതൊക്കെ. നീ വീണതാണ്, ആ കുഴി വീണതാണ്. സീരിയസ്ലി എനിക്ക് തോന്നുന്നു അഫ്സൽ അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. മുന്നേക്കാളും ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിഞ്ഞൊരു കാര്യം അങ്ങനെയാണ്. മേ ബി അത് കണ്ടിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഈ ചാഞ്ചാട്ടം. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ബ്രേക്കപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തവനെ പിടിച്ച് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആണെന്നൊക്കെ പറയുമ്പോഴൊക്കെ തന്നെ ആ ഒരു ചിന്താഗതി ഒന്ന് 100% ട്രസ്റ്റൊക്കെ കൊടുത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ ബ്രേക്കപ്പ് കഴിയുമ്പോൾ ഒരു ശോകാവസ്ഥ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലെന്ന് തോന്നി ഇവക്ക്. നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ തുണി മറന്നിട്ട് അടുത്ത് തുണി ഇട്ടിട്ട് വേറെ കോലമായിട്ട് പോവുകയാണ് അടുത്ത ആഴം എടുത്തിട്ട്. പിന്നെ ഈ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഓഗസ്റ്റാണ് ഇവരുടെ ബ്രേക്കപ്പ് ആവുന്നതും. ഇതൊക്കെ ഓഗസ്റ്റ് 15-ാം തീയതി. സെപ്റ്റംബർ അസ്ല മിഡാണെന്ന് തോന്നുന്നു, അസ്ല UK പോകുന്ന സംഭവമാണ്. ആ ഒരു സമയത്താണ് ഞാൻ ജാസ്മിൻ വീണ്ടും പിന്നെയും കാണുന്നത്. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വലി റിലേഷൻഷിപ്പ് എന്ന ഒരു സാധനം അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈം ലൈൻ നിങ്ങൾ നോക്കണേ. ജൂൺ 16 ഇവർ തമ്മിൽ ആദ്യം കാണുന്നു. ഓഗസ്റ്റ് 15 മുന്നായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. സെപ്റ്റംബർ മിഡോടുകൂടി ഇവർ പിന്നെയും കാണുന്നു. ഓഗസ്റ്റ് 15 സെപ്റ്റംബർ മിഡോട് തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസം. അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവർ റിലേഷൻഷിപ്പ് ആവുന്നത്. ഓഗസ്റ്റ് 15 ബ്രേക്കപ്പ്, സെപ്റ്റംബറിൽ അവസാനത്തോടു കൂടി റിലേഷൻഷിപ്പ്. ഒരു 45 ദിവസത്തെ ഡിഫറൻസ് ഉണ്ടാവും. ആ 45 ദിവസത്തിനുള്ളിൽ വേറെ പരിപാടി ഒപ്പിച്ച് പോയി. 45 ദിവസം നമ്മൾ ഷോ കൊടുത്തിരുന്നതല്ല, പരിപാടി ഒപ്പിക്കാനുള്ള പരിപാടികളിലായിരുന്നു ചേച്ചി. ഇവക്ക് വല്ല പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ ഗൈസ്? എനിക്ക് സംശയമില്ല. മറ്റില്ല ഒരു സിനിമ ഉണ്ടല്ലോ തെലുങ്കിൽ, എന്തുവായിരുന്നു അതിൻ്റെ പേര്, മംഗൾവാരത്തിനകത്ത് അവക്കൊരു ഡിസോർഡർ ഉണ്ടല്ലോ. അമ്മാതിരി എന്തോ ഒരു ഡിസോർഡർ ഇവക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ 21 സെപ്റ്റംബർ ആണ് നമ്മൾ ഔട്ടിങ് പോകുന്നു ഒരുമിച്ച്, ഞാൻ ജാസ്മിൻ. പിന്നെ അങ്ങോട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡാവുന്നു, പോകുന്നു. അങ്ങനെ കുറേ എന്താ പറയുക, ഈ 7 മാസം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ രണ്ടുപേരുടെയും. ഇതിന് സാക്ഷികൾ കുറേ പേരുണ്ട്. എന്നിട്ടാണ് ഈ ഉളുപ്പില്ലാത്തവള് ഈ ബിഗ് ബോസിനകത്ത് വന്നിട്ട് എനിക്കറിയത്തേ ഇല്ല, ഒരു പയ്യനിങ്ങനെ വന്ന് കല്യാണം ആലോചിച്ച് ആ വീട്ടുകാർ വാപ്പൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇതാക്കാന്ന് പറഞ്ഞ് എന്നിട്ട് പോയി. എടി ഉളുപ്പുണ്ടോ ഇവക്ക്? ഉളുപ്പെന്ന് പറയുന്ന സാധനം, ഉളുപ്പിന് ജീവൻ ഉണ്ടായിരുന്ന ഉളുപ്പ് വല്ല ആത്മഹത്യയും ചെയ്താൽ പോകാൻ ഇവിടെ മുന്നിൽ, ഇവിടെ സ്വഭാവം കണ്ടിട്ട്. ഇപ്പം കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ. ഇത് ഇവൾ ഒരു നില നിന്നെൻ്റെ അടുത്ത് ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ കല്യാണം വേണം, കല്യാണത്തിൻ്റെ ഉറപ്പിക്കൽ, എന്തെങ്കിലും ചെയ്യണം. ഇത് വിളിച്ച് വീഡിയോ കോളിൽ അഷികയും അമലിനെയും വിളിച്ചിരുത്തി അഫ്സലാക്കായി ഇതെടുക്കുന്നില്ല, അഫ്സലാക്ക എടുത്ത് പറയുക, അഫ്സലാക്ക എടുത്ത് എൻ്റെ കയ്യിൽ ചാറ്റ് കിടപ്പുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ആവശ്യമുള്ള ചാറ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ സൈഡിൽ വെച്ചേക്കാം. ഇവള് പറയുന്ന സാധനങ്ങളാണ്.
സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ എഗെയിൻസ്റ്റ് പോയി ഞാൻ. ഇപ്പോഴും എൻ്റെ ഫാദർ അത്രയും വളരെ എന്താ പറയുക ഇതിൻ്റെ എഗെയിൻസ്റ്റ് തന്നെ നിൽക്കുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇവക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടെ ഇത്രയും എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഫാദറിൻ്റെ എഗെയിൻസ്റ്റ് പോയി ഈ ഒരു കാര്യത്തിന്. എൻ്റെ വളരെയധികം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരെ ഇവക്ക് വേണ്ടി. കാരണം ഇവൾ അങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ പ്രഷറൈസ് ചെയ്യുന്നു, എല്ലാവരും പ്രഷറൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തിനാണ് ഇത്രത്തോളം അഫക്റ്റ് ആവുന്നത്? കാരണം എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് ഞാൻ പോയി. എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് പോയാണ് ഞാൻ ഈ സാധനം ചെയ്തത്. ഇവളെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിച്ചു. ഇവൾ ഈ ഷോയിൽ പോയി ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അവസ്ഥ നോക്കണേ ഗൈസ്, വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ അത്രയും വിശ്വസിച്ച് കല്യാണം ഉറപ്പിച്ചിട്ട് അവൾ ഈ പോയി ഊമ്പിത്തരം കാണിച്ചത്. സീരിയസ്ലി നിന്നെ കൊണ്ട് ഇവള് നിർബന്ധിച്ച് ആ വിവാഹ നിശ്ചയം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാപ്പാണ്. ചിലപ്പോൾ അവൾക്ക് തോന്നിക്കാണ് ഈ 100 ദിവസം കഴിഞ്ഞ് ഇവള് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അഫ്സൽ വേറെ റിലേഷൻഷിപ്പിൽ വല്ലതും പെട്ടു പോകുമോ എന്ന്. ബെഡായി ആര്യയുടെ സീസൺ ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക്? ഈ സെയിം അവസ്ഥയാണ് ആര്യയ്ക്ക് സംഭവിച്ചത്. ആര്യയുടെ കാമുകൻ ഇതുപോലെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ആര്യയെ, എന്നിട്ട് ആര്യ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആര്യയുടെ കാമുകൻ ആര്യയുടെ കൂട്ടുകാരിയുടെ കൂടെ പോയി. ഇതാണ് ആര്യയ്ക്ക് പറ്റിയത്. സെയിം അവസ്ഥ ഇവക്ക് വല്ലതും വരുമെന്ന്. കാര്യം വെച്ചാൽ പൊന്മുട്ടയുടെ താറാവാണ് അഫ്സൽ. അവനെ വേറെ ഏതെങ്കിലും ആൾമാർ കൊത്തിക്കൊണ്ട് പോകാൻ തോന്നിക്കാണും. അതായിരിക്കും അവൾ പിടിച്ച പിടിയാലെ വിവാഹ നിശ്ചയം നടത്തിയത്. പക്ഷെ ഇത് ഇത്രത്തോളം വഷളാക്കി വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ നെറികെട്ട അവസ്ഥയിൽ നിങ്ങളെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നത്. ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് മെമ്മറീസാണ്. കുറേ വീഡിയോസ് ഉണ്ട്, ഇത് വീഡിയോസ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ ഞാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതും ബുക്കിങ്സും അതും ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പിന്നെ അതൊരു പ്രശ്നമാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ കള്ളങ്ങൾ വിളിച്ചങ്ങ് പറയുക. കാരണം ഇങ്ങനെ അങ്ങ് ഓരോ സമയത്ത് ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുക. എനിക്കറിയത്തില്ല എന്തിനു വേണ്ടി എന്നുള്ളൊരു സംഭവം എനിക്കറിയില്ല. മോനെ അതെല്ലാം നീ അവിടെ തന്നെ വെച്ചേരെ. ഇവള് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇവളൊരു മെഴുകലും മെഴുകും, കരഞ്ഞ് മെഴുകിക്കൊണ്ടൊരു മെഴുകലും മെഴുകും. ആ സമയത്ത് ഇതെല്ലാം ആവശ്യം വരും. ഇവള് പുറത്ത് വന്നിട്ട് പറയാൻ പോകുന്ന കള്ളങ്ങൾ പൊളിച്ചടുക്കണമെങ്കിൽ തെളിവുകൾ തന്നെ നിരത്തണം. അല്ലെങ്കിൽ ഇവിടെ കണ്ണീരിന് മുന്നിൽ ജനങ്ങൾ വീണു പോകും ഗൈസ്. അമ്മാതിരി കണ്ണീര് ഇവള് വന്ന് ലൈവ് വന്ന് പൊഴിച്ചു കളയും. വേണമെങ്കിൽ ഇവിടെ ഒരു സൂയിസൈഡ് നാടകം വരെ വേണം നടത്തിക്കളയും. കാരണം ഈ പറഞ്ഞതല്ല ഇവൻ എതിരെയാക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഭാഗത്താണ് ന്യായം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വല്ലതും ശ്രമിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ വരുമല്ലോ, അയ്യോ ആ പാവം പെണ്ണ് എന്നുള്ള രീതിയിൽ. നാടകമായിരിക്കും, യഥാർത്ഥത്തിലൊന്നും ആയിരിക്കത്തില്ല, നാടകം, നല്ല ഉദോന്തരം നാടകമായിരിക്കും. ആ രീതി വരവാണെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഇറങ്ങി കളിക്കും. ഞാൻ ഇപ്പം അവള് കൈ പിടിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനും അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം. അതൊക്കെ ഓക്കെ, അതൊന്നും അല്ല. പക്ഷേ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക, കണ്ണിൽ പ്രണയം പുറത്ത്. ശരി, അവള് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് ഞാനും ആയാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം, എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറൊരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുക, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം. അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരാളെ തേർഡ് പാർട്ടി കയറ്റി വിടുക, എനിക്കറിയത്തില്ല. അത് അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നുമല്ല, എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ അഫ്സലെ ഒരാളെ വെച്ചിട്ട് വേറൊരാളുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന പരിപാടി എനിക്ക് തോന്നുന്നു ജാസ്മിൻ എന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഇവിടെ ഫസ്റ്റ് ജിന്നെന്ന് കണ്ടു ഒരുത്തരുണ്ടായിരുന്നല്ലോ, അവനെ തേച്ചിട്ടാണ് അവൾ ലെവൻ്റെ കൂടെ പോയത്, മുന്നയുടെ കൂടെ പോയത്. മുന്നേ തേച്ചിട്ടാണ് നിൻ്റെ കൂടെ വന്നത്, നിന്നെ തേച്ചിട്ടാണ് ഇപ്പോൾ ഗബ്രിയുടെ കൂടെ കിടന്ന് കുറുന്നാളിക്കുന്നത്. അന്നേരം ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പുത്തരിയൊന്നും അല്ല. അത് നീ അറിയാൻ വൈകിപ്പോയി, അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ നോക്കിയിട്ടുണ്ട് ആ മെസ്സേജ്, പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം തന്നെ അവരുടെ നമ്പർ വാങ്ങിച്ചു, ഞാൻ മെസ്സേജ് അയച്ചതാണ്. നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എൻ്റെ അവളുടെ പറ്റി അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു. പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അത് ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചതാണ്. ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വെച്ചാൽ, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. അവന് റെസ്പോണ്ട് ചെയ്യത്തില്ല. അവൻ റെസ്പോണ്ട് ചെയ്താൽ ഞാൻ കുടുങ്ങി. കാര്യം ഓൾറെഡി അവനിപ്പം മനസ്സിലായിട്ടുണ്ട് എവിടെ സ്വഭാവം എന്താണ്. ഇവളെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവക്ക് വേണ്ടി സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവൻ വൺ ട്രാപ്പിലാവും. അവൾ ഇവൻ്റെ തലയിൽ ഇരിക്കുമെന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തൻ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തലയിൽ ആരെങ്കിലും എടുത്ത് വെച്ച് കൊടുത്താൽ അത് വെച്ച് ചുമന്നുണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവിടെ ഇതുപോലുള്ള ഒരുത്തെ തലയും കണ്ണും മൂക്കുള്ള ഒരുത്തൻ സ്വീകരിക്കാൻ പോകണില്ല. ഗബ്രിക്ക് എന്തിനാ മനസ്സിലായി, കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ റിപ്ലൈ തരാത്തത്. മാത്രമല്ല വാപ്പായും വിളിച്ച് വിരട്ടിയായിരുന്നല്ലോ. വാപ്പ വിളിച്ച് നല്ല പൂരത്തറി വിളിച്ചിട്ടുണ്ടോ, അതോ 100% ഉറപ്പാണ്. എടാ പാവാട ഗബ്രി മോനെ, നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്.
നീ അവളോട് അകത്ത് കിടന്ന് കുറുന്താളിച്ച് രണ്ടുപേർക്കും ഈക്വൽ പങ്കുണ്ട്. പക്ഷേ ഈ പുറത്തെ കാര്യങ്ങൾ നിനക്ക് അറിയത്തില്ല എന്നുള്ളൊരു കാര്യം മാത്രം കൊണ്ടാണ് നിന്നെ പച്ചത്തെറി വിളിക്കാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നീ കുറേ ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നല്ലോ, ഇവിടെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കൂടെ നിൽക്കും, അവൻ്റെ കൈ പിടിച്ചോണ്ട് ഞാൻ നിൽക്കും എന്നുള്ള രീതിയിൽ. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. നീ അവിടെ കൈയല്ല, അവിടെ നിഴൽവട്ടം നീ പോയത് നിന്റെ അധപ്പതനമാണ്. നീ പിന്നെ ചാവുന്നതാണ് നിനക്ക് നല്ലത്. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു, നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു. പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു, എല്ലാം ഞാൻ ചെയ്തു. എന്നെ കൊണ്ട് പറ്റിയുള്ള ഷോ പോകുന്ന മുമ്പുള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ തോന്നുന്ന ഇവളുടെ ആ പെരുമാറ്റം, സംസാരം, രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കല്ല എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ്. തീർന്നു, നൈസിനെ തേച്ചു, അത്രയേ ഉള്ളൂ. എവളൊരു പാരസൈറ്റാണ്. ചെന്നൊട്ടുക, മാക്സിമം ഊറ്റിയെടുക്കുക, ഊറ്റി അവനിൽ ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളിലോട്ട് ചാടിപ്പോവുക. ഇതാണ് ഇവിടെ ഒരു സ്റ്റൈല്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അഫ്സൽ. ഈ കള്ളം വിളിച്ച് പറഞ്ഞല്ലോ, 1.5 വർഷമായിട്ടുള്ള ഫ്രണ്ട് അവിടെ ഷോ പോകുന്ന 2 ദിവസം പോകുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പോയിരുന്ന അവളുടെ പാക്കിംഗ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ അതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ പോകുന്ന മുമ്പേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ, ഈ ചെന്നൈ പോയി അവസാനം ഈ കൈ കാണുന്ന മുമ്പെയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പേ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു, മനസ്സിലാക്കാ, ഞാൻ പോവാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഞാൻ നിങ്ങളുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ, അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ്. ജാസ്മോൾ എന്തായാലും പ്രോമിസ് എന്തായാലും തെറ്റിക്കാൻ പോകുന്നില്ല ഗൈസ്. നിന്റെ അടുത്തോട്ട് തന്നെ വരുവാടാ, അവള് പേടിക്കണ്ട. അവള് ഒഴിയാപാത പോലെ നിന്നെ തന്നെ പിന്തുടർന്ന് നിന്റെ അടുത്തോട്ട് തന്നെ വരും, 100% ഉറപ്പാണ്. വന്ന് കടന്ന് മെഴുകും. എന്നിട്ട് ഈ സാധനം എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്താൽ അവൾക്ക് അതിനൊക്കെ നല്ല കൃത്യമായ മറുപടി കാണും. കാരണം എന്ന് വെച്ചാൽ അവിടെ നാക്കിൻ്റെ നീളം അറിയാമല്ലോ, ആ നാക്കോട് സംസാരിച്ച് ആരെ വേണമല്ലോ അവൾ അടിച്ചിട്ട് കളയും. അവിടെ വീട്ടിൽ വന്ന് അവൾക്ക് പോകാനുള്ള പെട്ടി സാമാനം എല്ലാം പാക്കിങ് ചെയ്ത് അവിടെ കൊണ്ടും വിട്ട് ഇതും പറഞ്ഞ് പോയിട്ട് അതിൻ്റെ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറി 2ാമത്തെ ദിവസം തൊട്ട് ലവൻ്റെ തോളിലാണ്. ഇവക്ക് ചായക്കാൻ ഒരു തോള് വേണം. അകത്ത് ചെന്നപ്പോഴത്തേക്ക് നിൻ്റെ തോള് നഷ്ടപ്പെട്ട് അപ്പോഴത്തേക്ക് കിട്ടിയൊരു തോള് ആ പോങ്ങൻ ഗബ്രിയുടെ തോളായിരുന്നു. അവനും എന്താ പറയുക, മുതലാക്കുന്നതിൻ്റെ മാക്സിമം മുതലാക്കി. അവനും എനിക്ക് തോന്നുന്നു ഇതുപോലൊരു തോൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. രണ്ടും കൂടെ ബെസ്റ്റ് സാധനങ്ങളായിരുന്നു. അവൻ്റെ തോള് കിട്ടിയപ്പോഴത്തേക്ക് നിൻ്റെ കാര്യം അവളങ്ങ് മറന്ന് അവളങ്ങ് മാക്സിമം അങ്ങ് കുറുന്താളിച്ചതിനകത്ത് കിടന്നു. വെളിക്കോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഗബ്രിയുടെ തോളില്ല. അപ്പോൾ പിന്നെ അടുത്ത തോളിൽ പിടിക്കാൻ നിൻ്റെ അടുത്തോട്ട് തന്നെ വരും. പ്രോമിസ് എന്തായാലും പാലിക്കും, പേടിക്കണ്ട. ഒരൊലക്ക റെഡിയാക്കി വെച്ചോ, അല്ലെങ്കിൽ ഇവളെ അടിക്കാൻ വേണ്ടി ജാഫർക്ക് വെച്ചൊക്കെ ഒരു ഒലക്ക പുള്ളിയുടെ വീട്ടിൽ കാണും, അവിടെ നിന്ന് അങ്ങനെ മേടിച്ച് വീട്ടിൽ വെച്ചോ, വരുമ്പോൾ തലമണ്ടക്കിട്ട് കൊടുക്കാം. എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനും നിൽക്കില്ല, ഒരു പാർട്ട്ണറും നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് പറയാനാണ് ഇതിനൊക്കെ? അവൻ്റെ അവസ്ഥ നോക്കണേ. അവൻ്റെ അടുത്ത് ചെയ്ത അതേ കാര്യങ്ങളാണ് അവൾ അകത്ത് പോയിട്ട് ഗബ്രി എടുത്തും ചെയ്യുന്നത്. ഇവനും അവനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അത് കണ്ടത്? ഇവള് വേണം ഇനി എന്ന് ഇറങ്ങിയിട്ട് പറയുമായിരിക്കും, ഇവനൊരു അനിയനുണ്ടല്ലോ, അപ്പം നിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് നിൽക്കുന്നത്, അനിയൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഗബ്രി അടുത്ത് നിന്നത്. അതിന് RHS = LHS, അന്നേരം പ്രോബ്ലം സോൾവ് ഇടും, വേണേൽ വന്ന് കിടന്ന് മെഴുകും. എന്ത് ജന്മമാണല്ലോ ഇവള്. സീരിയസ്ലി, കേരളത്തിലെ ആസ്ഥാന കോഴിയുടെ പട്ടം ഇവക്ക് തന്നെ കൊടുക്കണം. ഇവക്ക് കപ്പ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് ജാസ്മിൻ എന്ന് എഴുതില്ല, കോഴിന്ന് അങ്ങനെ വല്ല കാട്ടുകോഴിന്നും അല്ല അങ്ങനെ എഴുതി വെക്കണം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ല, ഇത് പുറത്ത് വരുമ്പോൾ ഈ ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമ്മളെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം. ഇത് ഞാൻ വളരെ എല്ലാം ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിനാ ആ കൊച്ചിന് ശരി ആ ഒരു ജീവിതമുണ്ട് മുന്നോട്ട്. അവൾ ആരെ വേണോ കല്യാണം കഴിക്കട്ടെ. ഞാൻ പറയുന്ന അവൾ ഗബ്രി കല്യാണം കഴിച്ചോട്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല.
സന്തോഷമേ ഉള്ളൂ. ഗബ്രിയെ കിട്ടുന്ന തന്നെയാണ് കുറച്ചുകൂടെ നോക്കിയാൽ നല്ലത്. അവൻ എനിക്ക് ഏറ്റവും തോന്നുന്നില്ല, അവൻ മിക്കവാറും നാട് വിടും. മിക്കവാറും ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് അവള് സ്ഥലം വിടാൻ ചാൻസ് ഉണ്ട്. ഗബ്രി ഇതെല്ലാം അറിഞ്ഞപ്പോഴത്തേക്ക് ഗബ്രി സ്ഥലം വിട്ട് കാണും. അവൻ്റെ ടച്ച്, അവൻ്റെ ലവ് ലാംഗ്വേജ് ടച്ച്, അവൻ ടച്ച് ചെയ്യാൻ പോയ സ്ഥലം കൊള്ളായിരുന്നു. അടിച്ച് പണ്ണാക്കി കിട്ടി വീട്ടിലിരിപ്പുണ്ടായിരിക്കും. ഇനി മേലെ നീ ലവ് ലാംഗ്വേജ് ടച്ച് എന്നും പറഞ്ഞ് ഇനി ഒരുത്തിയെടുത്തും പോയെങ്കില് ഇമാതിരി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പൊന്നു മോനെ കേട്ടല്ല, ഒരു അനുഭവം ഇപ്പം പഠിച്ചില്ലേ, ഉള്ളതും കിട്ടി. ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പം കിട്ടിയുണ്ടല്ലോ, വയറ് നിറയെ കിട്ടിയല്ലോ, വീട്ടിലിരിക്കുമല്ലയോ. വേണമെങ്കിൽ ഒന്ന് കെട്ടി നോക്ക്, നല്ല കൊച്ചാ, 5 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റൊക്കെ ഉള്ള കൊച്ചാ. ഗബ്രിമോനെ നോക്കുന്നോടാ, നല്ല തങ്കപ്പെട്ട കൊച്ചാടാ. അവിടെ പല്ല് സൂപ്പറാണ്, ജാസ്മിനെ കാണാൻ സൂപ്പറാണ്. ജാസ്മിൻ്റെ മുടി മറ്റേ വിഗ് പോലത്തെ ഐറ്റം ആണെങ്കിലും മുടി സൂപ്പറാണ്. നിനക്കെല്ലാം ജാസ്മിൻ്റെ സൂപ്പറാണല്ലോ. അതിന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പർ സാധനമാണ്. 2-3 കാമുകന്മാരുണ്ടായിരുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒഫീഷ്യലി 2-3 ഉള്ളായിരുന്നോടാ, വേറെ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പോരാത്തിന് സൂപ്പർ ഒരു അമ്മായിപ്പനെയും കൂടെ കിട്ടും. അമ്മായിപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, നിനക്ക് പാലാരിവട്ടം ആ സൈഡിലോട്ടൊക്കെ പോകാന്നെങ്കിൽ ബ്ലോക്ക് മാറി കിട്ടും. കാര്യം വെച്ചാൽ ഫുള്ള് ബ്ലോക്കും പുള്ളിയുടെ നെഞ്ചത്താണ്. അങ്ങനെയും കുറച്ച് ഗുണങ്ങളുണ്ട്. വേണമെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതാ, ആലോചിക്കാം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട്. ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, അവസാനമൊക്കെ നിങ്ങളിപ്പോൾ നിന്ന് വീട്ടിൽ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞിട്ട് തന്നെ അവർ വീട്ടുകാർ ആരെങ്കിലും നിർബന്ധിച്ച് ആരെയും കെട്ടിക്കും, അങ്ങനെ പറ്റൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും അവൾ സീരിയസ്നെസ് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ മാക്സിമം കൺവിൻസ് ചെയ്തു. എനിക്കറിയില്ല, എൻ്റെ ഫാദർ എന്നിട്ടും കൺവിൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പുള്ളിക്കാരൻ്റെ കാല് വീണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ്, ഇത്രയും നല്ല കുട്ടിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവള് ആ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയത്. എൻ്റെ ഫാദർ എൻ്റെ കയ്യിൽ വീഡിയോ കൊണ്ട് കാണിക്കുക, ഇതാണോ നീ പറഞ്ഞ പെണ്ണ്, ഇതാണോ നീ പറഞ്ഞ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെൺകുറിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല. അവരുടെ മുമ്പിൽ ഞാൻ ഒരുമാതിരി നാണം കെട്ട്, എനിക്കറിഞ്ഞൂടാ ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതിന് എനിക്ക് പറ്റില്ല, ഈ ഒരു മാറ്റർ. അല്ലെങ്കിൽ എനിക്ക് ആ വിശ്വാസം പോയി, എൻ്റെ വിശ്വാസം അവിടെ ബ്രേക്ക് ചെയ്തു, എനിക്ക് തന്ന പ്രോമിസ് അവിടെ ബ്രേക്ക് ചെയ്തു. ഇനി എനിക്ക് അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിലില്ല. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആർമിക്കാരായാലും ശരി, ആരായാലും ശരി, എന്നെ ഇതിൽ നിന്ന് ഒഴിച്ച് തന്നാൽ മാത്രം മതി എനിക്ക്. ആ ഒരവസ്ഥ ആലോചിച്ച് നോക്കണേ. തങ്കപ്പെട്ട പെണ്ണാന്നും പറഞ്ഞ് പാവപ്പെട്ടവൻ പാപ്പായും വീട്ടുകാരെയൊക്കെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ്. ഫസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്ക്, ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് ഇവിടെ തനിക്കുണം നാട്ടുകാർ മൊത്തം കണ്ട്, അയ്യോ ലോകത്തൊരു ചെറുക്കന് ഇമാതിരി തേപ്പ് കൊടുക്കല്ലേ ഗൈസ്. ഇതൊക്കെ തേപ്പെന്ന് പറയുക തേപ്പിൻ്റെ എക്സ്ട്രീം ലെവൽ സാധനങ്ങളാണ്. കേരളം മൊത്തം കണ്ട തേപ്പായിപ്പോയി ഇത്. നീ വിഷമിക്കണ്ട, പോട്ടെ, ഇവള് പോയത് നന്നായി എന്നേ നമ്മൾ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടായി പോയേനെ. ഇപ്പം ഒരു 6-7 മാസത്തെ പരിചയമല്ലേ ഉള്ളു ലൈഫിൽ. 7 മാസം നീ അങ്ങ് എഴുതി തള്ളിയെന്ന് കൂട്ടിയാൽ മതി. ജീവിതം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോ. ബിഗ് ബോസ് കാരണം ഏറ്റവും കൂടുതൽ ഈ സീസണിൽ രക്ഷപ്പെട്ട നീയാണ്. സീരിയസ്ലി ഏറ്റവും കൂടുതൽ 50 ലക്ഷത്തിനേക്കാളും കൂടുതൽ ഏറ്റവും വലിയ അവാർഡാണ് നിനക്ക് ഈ ബിഗ് ബോസ് ഷോ കാരണം കിട്ടിയത്. ഒരാളെ മനസ്സിലാക്കാൻ പറ്റി, അത്രയും കരുതിയാൽ മതി. സമാധാനിച്ചോ. അല്ലെങ്കിൽ ഇതങ്ങാണോ എടുത്ത് നീ തലയിലോട്ട് വെച്ചായിരുന്നു നിൻ്റെ ജീവിതം ഫിനിഷ്. അതാണ്, മനസ്സിലായ. അതുപോലെ തന്നെ ഇതോടൊപ്പം അഫ്സൽ ഇവരുടെ ഒരു ചാറ്റിൻ്റെ കുറച്ചൊരു വീഡിയോ, ഒരു 3 minutes വീഡിയോ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് ചെയ്യാൻ നിൽക്കുന്നില്ല. അത് നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി വേണമെങ്കിൽ അത് കാണാം, കുത്തിയിരുന്ന് വായിക്കാം. അതിനകത്ത് ഇവള് ബേബു എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ആ വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇവൾ ഊമ്പിക്കാനായിരിക്കും അങ്ങനെ വിളിച്ചു തുടങ്ങുന്നതെന്ന്. എന്തായാലും ഊമ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ലോകത്തൊരുത്തിനും ഈമാതിരി ഗതികേട് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. പക്ഷേ നീ വിഷമിക്കണ്ട, തേപ്പ് കിട്ടാത്തതായിട്ട് ആരുമില്ല, എല്ലാവർക്കും തേപ്പ് കിട്ടുന്ന. എനിക്കും ഈമാതിരി ഒരു തേപ്പ് എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവള് ഏഷ്യാനെറ്റിൻ്റെ അകത്തൊന്നും തേച്ചില്ല. അവൾ അവിടെ വീട്ടിൽ ഇരുന്ന് തന്നെ വേറൊരുത്തനുമായിട്ടിരുന്ന് തേച്ച് നമ്മളെ ഒട്ടിച്ചിട്ട് വിട്ടിരുന്നത്. അതുകൊണ്ട് നാണം കെടേണ്ടി വന്നില്ലടാ. അവൾ എന്നെ തേച്ചിട്ട് പോയതിന് ശേഷം ഉണ്ടായ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ലൈഫിൽ എന്നെ ഇപ്പം 4 പേര് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു തേപ്പ് കാരണം. സീരിയസ്ലി നിങ്ങൾ എന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു തേപ്പ് കാരണമാണ്. സോ അഫ്സൽ നീ പേടിക്കണ്ട, നിൻ്റെ നല്ല ദിനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. സോ ഒരു കാരണവശാലും നീ വിഷമിക്കണ്ട. സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് മാൻ. അപ്പോൾ ശരിയെങ്കിൽ ബൈ.
വേണ്ട, നമുക്ക് രാത്രി തീരുമാനിക്കാം. കുട്ടാ കൊള്ളാം, പക്ഷേ ഇങ്ങനെ വേണ്ട, ഞാൻ സെറ്റായിക്കോളാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് രാത്രി സംസാരിക്കാം. ഇച്ചിരി പണിയുണ്ട്, കിടക്ക ഇച്ചിരി പണിയുണ്ട്, ഞാൻ അതോടെ ചെയ്തോട്ടെ. ഉറങ്ങിക്കോ.